ഉമ്മ ഒരു രാജകുമാരിയെപ്പോലെ ആകണം. എന്താ ഈ രാജകുമാരി എന്ന് പറഞ്ഞാലെന്നറിയോ? ഉമ്മ എന്ന് പറഞ്ഞാൽ വാപ്പാനെ കുറ്റപ്പെടുത്തി അടിമയാക്കി അടിമൻ്റെ അടിമയായിട്ട് കഴിയും ചിലർ. വലിയൊരു ഇടങ്ങറാണ്, മനസ്സിലായോ? ഭർത്താവിനെ അടിമയാക്കി ഇവിടെ ഒന്നും അങ്ങനത്തെ ഒരു ഉണ്ടാവില്ല കേട്ടോ. താഴേക്കോട് പഞ്ചായത്തിൽ ഉണ്ടാവുകയില്ല. എനിക്ക് ഇവിടുന്ന് പോകണം, അതുകൊണ്ടാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അടിമയാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അടിമയുടെ അടിമയായിട്ട് ജീവിക്കും. എന്നാൽ ചില പെണ്ണുങ്ങളുണ്ട്, ഭർത്താവിനെ രാജാവാക്കി ആ രാജാവിൻ്റെ രാജ്ഞിയായിട്ട് കഴിയും. എങ്ങനെ കഴിയണം നിങ്ങൾ തീരുമാനിച്ചോളി. അതിന് ഈ മൊയന്ത് ചെങ്ങായി രാജാവാവും വേണം. അതും നാടൻ വർത്താനം പറഞ്ഞോട്ടെ. അതിൻ്റെ ഇടയിൽ നല്ല ഉഷാറായിട്ട് വളരണം. മക്കളെ എങ്ങനെ പഠിപ്പിക്കണമെന്നൊരു ചിന്തയുണ്ടാകണം. നമുക്ക് വിദ്യാഭ്യാസം കുറവാന്ന് വിചാരിക്കും. ഈ വിദ്യാഭ്യാസം കുറഞ്ഞവരുടെ മക്കളാട്ടെ ഇപ്പം ഏറ്റവും നന്നായിട്ട് വിദ്യാഭ്യാസമുള്ളവരാവണത്. ഞാൻ പഠിച്ചത് അങ്ങനെയാണ്. ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ കുട്ടികളപ്പോൾ നീറ്റിലൊക്കെ ഏറ്റവും ടോപ്പ് റാങ്ക് എടുക്കുന്നത്. പാവം ഹരിജൻ കുട്ടികളാണ് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ കയറിപ്പോണത്. ഇപ്പോൾ എൻ്റെ നാട്ടിലെ ഒരു കുട്ടി ഞാനിങ്ങനെ പരിചയപ്പെട്ട്, ഞാൻ ഒരു പള്ളിക്ക് ഞാൻ നടന്നിട്ടല്ലേ പോകുക, വണ്ടിയിട്ടപ്പോൾ കുറച്ച് ദൂരം ഉണ്ടായതുകൊണ്ട്. അപ്പോൾ അന്ന് വണ്ടി അവിടെ ഇട്ടിട്ട് വെറുതെ നടന്ന്, ഇപ്പോൾ ഈ അടുത്തിടെ ആ നടന്നു പോകുന്ന സമയത്ത് അവിടെ പെൺകുട്ടി ഇരുന്ന് അങ്ങനെ വായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, മോളെ നീ എവിടെ പഠിക്കണത്? അപ്പോൾ പറഞ്ഞു ഷാജി എന്ന് പറഞ്ഞ ഒരാളെ മോളാണ്. അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞു, ഭയങ്കരമായിട്ടുള്ളൊരു അങ്ങനെ ഒരു ഹൈജൻ കുട്ടിയാണ്. എവിടെ പഠിക്കണം? ഞാൻ യൂണിവേഴ്സിറ്റിയിലാണ്. യൂണിവേഴ്സിറ്റിയിലോ? അപ്പോൾ പറഞ്ഞു അതെ ഞാൻ MSc MSc ഫിസിക്സിന് യൂണിവേഴ്സിറ്റിയിലാകെ 10-20 സീറ്റിൽ ഒരു സീറ്റ് ഈ കുട്ടിക്കാണ്. ഇന്ന് പഠിക്കാത്തവരുടെ മക്കൾ പഠിച്ചുകൊണ്ട്, കാരണം പഠിക്കാത്തവനൊരു കിനാവുണ്ട്. എന്താണെന്നറിയോ? എൻ്റെ മക്കൾ എവിടെയെങ്കിലും ഒന്ന് എത്തണം എന്നുള്ളത്. എനിക്കൊന്നും ആയില്ല. ഞാൻ ഗൾഫുകാരൊക്കെ പറഞ്ഞത് KMCC-കാർ കേൾക്കുന്നുണ്ടല്ലോ. ഈ KMCC-കാരെന്ന് പറഞ്ഞാൽ നിങ്ങളെ വിചാരം എന്താണെന്ന്, എല്ലാവരും രാജാക്കന്മാരെന്നാ? അല്ല കേട്ടോ, കുറച്ച് ആൾക്കാരുണ്ട് അതിൽ പൈസ ഉള്ളവർ, ബാക്കിയൊക്കെ പാവപ്പെട്ടവരാണ്. ഞാൻ ഇഷ്ടം പോലെ എല്ലാ മാസത്തിലും എന്ന പോലെ KMCC പരിപാടിക്ക് ദുബായിക്ക് പോകുന്ന ഒരാൾ ഇപ്പോൾ ഈ 18-ാം തീയതി ഉണ്ട്. അവിടെയൊക്കെ ജോലി ഇല്ലാത്തവരുണ്ടാവും. ചിലർ വന്നിട്ട് പറയും, സാറേ എൻ്റെ ജോലി പോയിക്കണട്ടെ, നിങ്ങൾ ദ്വാരക്കണട്ടോ എന്നൊക്കെ പറഞ്ഞ് വരുന്ന എത്രയോ KMCC-കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അവരോട് പോയിട്ട് ഇതേപോലെ സദസ്സൊക്കെ ഉണ്ടാവും. അവരോട് പോയിട്ട് നാട്ടിലൊരു വീട് വെക്കണം ഒരു പാവപ്പെട്ട ആൾക്ക് എന്ന് പാർട്ടി ആവശ്യപ്പെടുമ്പോൾ, തങ്ങളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആവശ്യപ്പെടുമ്പോൾ പോക്കറ്റിൽ നിന്ന് 100 ദിർഹം എടുത്ത് നീട്ടുമ്പോൾ ആ സാധുവിൻ്റെ വീടിന് വരെ എന്തിട്ടുണ്ടാവില്ല എന്നറിയാം, തറക്കല്ലിട്ടിട്ടുണ്ടാവില്ല. കേരളം എന്ന് കേൾക്കുമ്പോൾ, നാടെന്ന് കേൾക്കുമ്പോൾ, പാവപ്പെട്ടവരെന്ന് കേൾക്കുമ്പോൾ ഈ പാവങ്ങൾ എടുത്തു കൊടുക്കാൻ ആ നിസ്വാർത്ഥമായ സേവനത്തിൻ്റെ പേര് കൂടിയാണ് KMCC എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അല്ലാതെ എല്ലാവർക്കും വീടും സ്വൈര്യമൊന്നും ആയിട്ടൊന്നുമല്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്യണത്. നാട്ടിലൂടെ ഒരു റോഡ് പോകണ്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അതിന് വേണ്ടിയിട്ട് ഫോണ് വിളിച്ചിട്ടും അത് വിളിച്ചപ്പോൾ എൻ്റെ നാട്ടിലൂടെ റോഡ് വികസിച്ച് പോവാൻ ഏറ്റവും കൂടുതൽ വിളികര് വരുന്നത് ഗൾഫിൽ നിന്നാണ്, ഗൾഫിൻ്റെ മക്കളാണ്. കാരണം അവർക്ക് നാട് എന്ന് പറഞ്ഞാൽ അത്ര മഹത്വമുള്ളതാണ്. മാതാപിതാക്കളെ കുറിച്ച് പ്രസംഗിച്ചാൽ ഏറ്റവും കൂടുതൽ കരയുന്ന സദസ്സ് ഞാൻ കണ്ടിട്ടുള്ളത് KMCC-യുടെ സദസ്സ് പോകുമ്പോഴാണ്. കാരണം അവർ ഗൾഫിൽ നിന്നല്ലേ ഇത് കേൾക്കണത്. അപ്പം ഉമ്മാനെ കണ്ടിട്ടുണ്ടാവില്ല. ആ സാധു ജോലി കൊണ്ട് 2 വർഷത്തിലൊരിക്കൽ മാത്രം ഒരു മാസത്തിന് ഉമ്മാനെ കണ്ടു പോണത്. ഇവിടെ എന്നും ഉമ്മാരെ കാണുന്ന ആൾക്കാർക്ക് ഉമ്മാരെ വില അറിയില്ല. പക്ഷേ 2 കൊല്ലത്തിൽ ഒരു മാസത്തിൽ മാത്രം വന്ന് കാണുന്ന ഉമ്മ എന്ന് പറയുന്ന കഥാപാത്രത്തെക്കുറിച്ച് പറയുമ്പോഴേക്ക് അവരുടെ കണ്ണുകൾ നിറയാറുണ്ട്. അവിടെ ഇവിടെ ഇരിക്കുന്ന ഓരോ ഉമ്മമാരും കരയാതിരിക്കണമെങ്കിൽ മക്കൾ നല്ലൊരു പ്രബലമായ ഒരവസ്ഥയിലേക്ക് എത്തണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കുട്ടികളുണ്ടല്ലോ, ആ കുട്ടികളെ ഒരിക്കലും കുറ്റപ്പെടുത്താതെ വിമർശിക്കാതെ കൊണ്ടുപോ. മാസത്തിൽ ഒരിക്കലെങ്കിലും, അത് പറയാനാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലെങ്കിലും ഒന്ന് പുറത്തേക്കൊന്ന് പോയി മക്കളെയും കൂട്ടിയിട്ടൊരു യാത്ര, പറ്റുമെങ്കിൽ ഏതെങ്കിലും വലിയൊരു കുളത്തിലേക്കൊക്കെ പോകും. അവിടെ സ്ത്രീകളും ആണുങ്ങളും ഒന്നും കൂടി എല്ലാം കൂടി ഉണ്ടാവരുത്. നമ്മൾ മൂല്യത്തോടു കൂടി പോണവരാണ്. മുസ്ലിം ലീഗ് എന്നും അതാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് അവിടെ ഉണ്ടാകുമ്പോൾ വാപ്പനെങ്ങനെ പിടിച്ചിട്ട് വാപ്പേയും തന്നെ തള്ളാനുള്ള സ്വാതന്ത്ര്യം ആർക്കുണ്ടാവണം? മക്കൾക്കുണ്ടാവണം. അവിടെ ഒരു ഒലക്കമുട്ടിയായിട്ട് ആരും നിൽക്കരുത്, വാപ്പ നിൽക്കരുത്. വാപ്പാരെന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹുമാനം വേണ്ടേ? വാപ്പനെ പിടിച്ച് കുളത്തേക്ക് തള്ളലാണോ? എൻ്റെ മക്കളൊക്കെ എന്നെ പിടിച്ച് അങ്ങനെ തള്ളലുണ്ട്. വാപ്പയൊന്നും ചിലപ്പം വിളിക്കൂല, മുണ്ടാതെ വന്നിട്ട് ഉന്തലാണ്. അതൊക്കെയാണ് അതിൻ്റെ ഒരു രസം. ഇപ്പം ഇവിടെ നടക്കുന്ന കുട്ടി ഇപ്പം കണ്ടില്ല, ആ കുട്ടികൾ ബലൂണിന് വേണ്ടി ഇതാക്കണ, കിട്ടായിട്ട് തിരക്കൂറിന്. അതാണ് കുട്ടികൾ എന്ന് പറഞ്ഞാൽ. അല്ലാതെ മുണ്ടാതെ അവിടെ ഇരിക്കണമെന്നൊന്നും ഞാൻ പ്രസംഗത്തിൽ പറയാൻ പാടില്ല. അവർ ബലൂണ് പറത്തി അങ്ങനെ നടക്കണം. ബലൂൺ പറത്താതെ അങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു കുട്ടിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടെന്നാണ്. ഓല് ബലൂണൊക്കെ പറത്തി അതൊന്ന് ഇടയ്ക്ക് മുള്ളിയിട്ടൊക്കെ ഒന്ന് പൊട്ടിച്ച്, പിന്നേറ്റൊന്ന് പൊട്ടിച്ച്, മറ്റോൻ്റെ പൊട്ടുമ്പോൾ ഇതൊന്ന് പൊട്ടിച്ച്. അതാണ് കുട്ടികൾ. കുട്ടികൾ അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. കുട്ടികൾ എപ്പോഴും ഉപദേശം ഇങ്ങനെ കൊണ്ടുനടക്കരുത്. അവർ നമ്മുടെ ചങ്കാണ്. കുട്ടികളെ ശരിക്കും എങ്ങനെ കാണണമെന്നറിയോ? ചെറിയ മക്കൾ, ഇമാതിരി മക്കൾ, ഇതിനേക്കാളും കുറച്ച് മുതിർന്നവരൊക്കെ ഉമ്മ ഞാനേ ഇന്നേ സ്കൂളിലേ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ മുറിഞ്ഞ വാക്കിയിട്ട് അവർ വരും. അപ്പോൾ ഇത് നമ്മളെന്താ പറയുക? നമ്മൾ ചോറൊക്കെ ആയിരിക്കും.
മിണ്ടാതെ പോയിക്കഴിഞ്ഞ അവിടുന്ന് ഇജൊരു സ്കൂളുണ്ട് എന്നറിയും. പറയല്ലേ എൻ്റെ പ്രിയപ്പെട്ട സ്ത്രീകളെ, നിങ്ങളത് പറയല്ലേ. അപ്പം അവനെ ചാരത്ത് ചേർത്തിട്ട് ചോറൂറ്റിക്കോ, നോക്കണം അവരുടെ മേലിലേക്കാവണത്. മുത്തം കൊടുത്ത് വളർത്തിക്കോ, എപ്പോഴും ഇങ്ങനെ കൂടെ കൂട്ടിയിട്ട് കൊണ്ടുപോകും. അവൻ മൊബൈൽ ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ മൊബൈൽ എന്ന് പറയുന്ന സാധനത്തെ പൂർണ്ണമായി ഒഴിവാക്കലല്ല ഇന്നത്തെ കാലഘട്ടം. കാരണം ജെൻ സി ആണ് ഇതിൽ പല ആൾക്കാരും. നമ്മളതിന് മുമ്പുള്ള ആൾക്കാരാണ്. ഇപ്പോഴുള്ള ആൾക്കാർ ജെൻ എന്ന് പറയുന്നത് സി അല്ല, അതിന് ശേഷമുള്ള അൽഫയാണ്. ജെൻ അൽഫ എന്ന് പറഞ്ഞാൽ 2010 മുതൽ 2025 വരെയുള്ള കുട്ടികൾക്കാണ് ജെൻ ആൽഫ എന്ന് പറയാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 13, 12, 10, 8 വയസ്സായവരൊക്കെ ജെൻ ആൽഫയാണ്. ഈ ജെൻ ആൽഫ എന്ന് പറയുന്നതിലുള്ള കുട്ടികളുണ്ടല്ലോ, ആ കുട്ടികൾ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് ആ ടെക്നോളജി ഉപയോഗിപ്പിച്ചുകൊണ്ട് തന്നെയാണ്. ഞാനതിൻ്റെ പോസിറ്റീവ് വശമാണ് പറഞ്ഞത്, അല്ലാതെ ടെക്നോളജി എന്ന് അവരെ മാറ്റാൻ നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം അത് അവരുടെ ലോകം അതാണ്. നമ്മൾ ഏതുപോലെ ഹീറോ പെന്നും അതേപോലെ തന്നെ പണ്ടത്തെ റെയ്നോൾസ് പേനയും അരുൾ ജ്യോതി മിഠായിയും അതേപോലെ തന്നെ എന്താ പറയുക നമ്മുടെ തേൻനിലാവും ഇവിടെ കണ്ടായിരുന്നില്ല, അത് കടിച്ചാപ്പറച്ച് നിങ്ങൾ പറയലുണ്ടോയെന്ന് അറിഞ്ഞൂടാ, ഞങ്ങൾക്ക് അങ്ങനെയൊക്കെയുള്ള മിഠായി അതൊക്കെ പറയാം, അങ്ങനെ തന്നെ പറയല അതിൻ്റെ രസം. ഇതൊക്കെ ഇട്ട് നടന്നിരുന്നൊരു കാലഘട്ടം. അതേപോലെ കുട്ടികൾക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണേത് ഈ മൊബൈൽ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഹൗ ടു യൂസ് ഇറ്റ്, എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഡെയിലി 3 മണിക്കൂറിൽ കൂടുതൽ സ്ക്രീൻ ടൈം പാടില്ല എന്ന നിർദ്ദേശം അവർക്ക് കൊടുക്കണം. ഉമ്മൻ്റെ മൊബൈൽ കൊടുക്കുമ്പോൾ ആ 3 മണിക്കൂറിൽ തന്നെ ഒന്ന് അവരുടെ മുഴുവൻ എന്തിനു വേണ്ടിയിട്ട് എൻ്റർടൈൻമെൻറ്റ്, അവരുടെ ഗെയിമിന് വേണ്ടി കൊടുത്തേക്കണം. ഗെയിമൊന്നും മാറ്റിയെടുത്തൊന്നും വേണ്ട, പക്ഷേ ആ ഗെയിം തന്നെ പോസിറ്റീവ് ഗെയിമായിട്ട് നമ്മൾക്ക് മാറ്റാൻ പറ്റണം. അപ്പോൾ അവർക്ക് ടാസ്ക് കൊടുക്കണം. ഞാൻ എൻ്റെ മോൻ കൊടുക്കുന്ന ടാസ്ക് ഉണ്ട്, റീകൺസ്ട്രക്ഷൻ. ഇപ്പോഴും അവൻ അയിമന്ന് വിട്ടിട്ടില്ല. റീകൺസ്ട്രക്ഷൻസ് ഓഫ് ദുബായ് റീകൺസ്ട്രക്ട് ചെയ്യുക. ബുർജ് ഖലീഫ അവിടെ നിന്ന് എടുത്തുകൊണ്ടായിട്ട് ജബലലി കൊണ്ടുപോവുക, ജബലലിൽ ഇങ്ങോട്ട് കൊണ്ടുവരിക. അതൊന്നും അത്ര എളുപ്പമൊന്നുമല്ല. ചിന്തിച്ച് റൂട്ടുണ്ടാക്കി അതിൻ്റെ ട്രാഫിക്കൊക്കെ നിയന്ത്രിച്ചിട്ട് വേണം ഈ ഗെയിം കളിക്കാൻ. അപ്പോഴേക്കും കുട്ടികളുടെ ചിന്താഗതി എത്ര വലുതാവുന്നറിയോ, എഞ്ചിനീയറിംഗ് സ്കിൽ എത്ര വലുതാവുന്നറിയോ, മാപ്പിംഗ് ആൻഡ് പ്ലാനിങ് സ്കിൽ എത്ര കൂടുന്നറിയോ. അത്തരം ഗെയിമുകളിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകണം. നമ്മളെ കുട്ടികളെ കളിക്കണ കളി ഒന്ന് തലട്ട് എത്തി നോക്കുക. വെടിവെക്കുക, കൊല്ലുക, കാറ് വാങ്ങുക, അടുത്ത കാറും ഇതാക്കുക, അയാളെ പൊക്കുക, കൊല്ലുക, എന്നിട്ട് അടുത്ത് പോവുക. ഇങ്ങനെ എന്നും ഇങ്ങനെ പോയാൽ അഡീക്വസി ഉണ്ടാകും. എന്താ അഡീക്വസി എന്ന് പറഞ്ഞിട്ട് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഇങ്ങനെ. ഇപ്പോൾ ഉദാഹരണത്തിന് വൈകുന്നേരം ആയാൽ 4 മണി 5 മണിക്ക് ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന ഉള്ള കുറേ ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടാവും. ഞാൻ ഈ ചായ അധികം കുടിക്കാത്തതുകൊണ്ട് എനിക്ക് രാവിലെ കുടിച്ചോന്ന് ഓർമ്മ ഉണ്ടാവില്ല, ചിലപ്പോൾ രാവിലെയും ചായ കുടിക്കില്ല. കുടിച്ച് ശീലമുള്ള ആൾക്കാർ, കാരണം അതൊരു അഡിക്ഷനാണ്. ഇതേമാതിരി ആളെ കൊന്ന് ശീലമുള്ള കുട്ടിക്ക് പിന്നെ ആളെ കൊല്ലാൻ വലിയ പണിയൊന്നും ഉണ്ടാവില്ല. ഒരു അഡിക്ഷൻ വരും, വളരെ നിസ്സാരമായിട്ട് തോന്നും. നിങ്ങൾ ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് കരഞ്ഞ് നിങ്ങളെ കുട്ടീൻ്റെ ഓപ്പറേഷൻ പറഞ്ഞാൽ മൂപ്പര് കൂളായിട്ട് പറയും, ആ പ്രശ്നം എന്തെങ്കിലും നിങ്ങൾ പോയിക്കോളിന്ന് പറയും. കാരണം എന്തുകൊണ്ട്, അയാളിത് കുറേ എല്ലാ ദിവസവും കാണുന്നതാണ്. ഇതേപോലെ മക്കൾ കളിച്ച് അവസാനം വന്നിട്ട് ഉമ്മാനോട് ചോദിക്കും, അമ്മ വേഗം കാട്ടി നെറ്റ് കാട്ടിന്ന്. അങ്ങനെ ചോദിച്ചതാണല്ലോ ആ കുട്ടി. അപ്പം ഉമ്മ പറഞ്ഞു, ഞാൻ ഇപ്പോൾ നെറ്റ് തരൂല. അതിൻ്റെ എന്തുണ്ടായത്, വേഗം പോയിട്ട് ഉമ്മ എന്തോ തലകറക്കം വന്നപ്പോൾ പോയി കടന്നപ്പോഴേക്കും കഠാര കൊണ്ട് കുത്തിയിറക്കി നെഞ്ചില് 14 വയസ്സുള്ള പയ്യൻ. ജനങ്ങളെ കൊന്നു തിമിർത്ത് ആടുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ അത് ഒറ്റവട്ടം ചെയ്യൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഗെയിം എങ്ങനത്തെ ഗെയിമാ കളിക്കുന്നത് നിങ്ങൾ നോക്കണം.